സി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 10ാം ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് മാനവികത എന്നാണ് പാഠഭാഗത്തിൻ്റെ പേരെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് PSC പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ, മാനവികത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളെ പേര് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റോജർ ബേക്കൺ. നോക്കണ്ട, ജസ്റ്റ് ഇതിവിടെ പറയുന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളൂ, അതങ്ങനെ ചോദിക്കില്ല. ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് നവോത്ഥാനം എന്നുള്ളത്? നമ്മൾ നവോത്ഥാനം നവോത്ഥാന നേതാക്കന്മാർ, നവോത്ഥാന അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഓരോ വരിയും നമുക്ക് നോക്കാം. 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളെയാണ് എന്ത് എന്ന് പറയുക, നവോത്ഥാനം എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നിലവിൽ മധ്യകാലഘട്ടത്തിൽ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ പുതിയ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. മനുഷ്യനാണ് പ്രാധാന്യം, നഗരജീവിതത്തിൽ ആളുകൾ താമസിക്കാൻ തുടങ്ങി, കച്ചവടം പുരോഗതി വന്നു, ദേശരാഷ്ട്രങ്ങൾ വളർന്നു, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, യുക്തിചിന്ത വർദ്ധിച്ചു, മതേതര മൂല്യങ്ങളുടെ വ്യാപനമുണ്ടായി, പഠനാധിഷ്ഠിത സമ്പദ്ഘടനയുണ്ടായി, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാശാസ്ത്ര രംഗങ്ങളിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതകൾ നോക്കേണ്ടത് മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ആശയങ്ങൾ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് യൂറോപ്പിൽ, ഇറ്റലിയിലാണ് ആരംഭിച്ചത്. നോക്കണേ, നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? യൂറോപ്പിൽ, ഇറ്റലിയിലാണ്. ഇനി നവോത്ഥാനത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കിങ്ങനെ പറയാം. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തെയാണ് എന്തെന്ന് പറയാം? നവോത്ഥാനം. അതും പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കണേ, ഇതിപ്പോൾ ഒരു ടൈം ലൈൻ വിചാരിക്കാം. ടൈം ലൈനിൽ ഇവിടെ മധ്യകാലമാണ്. മധ്യകാലം ഇവിടെ ആധുനിക കാലം. അപ്പോൾ ഈ മധ്യകാലത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ളൊരു മാറ്റത്തെയാണ് എന്തെന്ന് പറയാം? നവോത്ഥാനം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മധ്യകാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ അതിനെന്ത് വിളിച്ചോ? ആധുനിക. ഒരുപാട് വർഷത്തെ ഒരു ചേഞ്ച് അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതെല്ലാ മേഖലയിൽ നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ പറ്റും. അതാണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ പാഠഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ, പ്രാചീന യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്കാരങ്ങളാണ് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ട് ഒരു ക്ലാസിക്കൽ സംസ്കാരങ്ങളാണ് അറിയപ്പെടുന്ന സംസ്കാരങ്ങളാണ് ഏതൊക്കെ? ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്കാരങ്ങളാണേത്? നമ്മുടെ ഈ ഒരു ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് അത് നോക്കുക, ക്ലാസിക്കൽ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കണേ, ഈ നവോത്ഥാനം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം പുനർജനി എന്നാണ്. എന്താണ് പുനർജനി? ഇത് ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണെന്ത്? പുനർജനി എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി നമ്മളിങ്ങനെ നോക്കാം, ഇത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കായിരുന്നു ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതവിടെ കിട്ടാതെ നമുക്ക് വേണ്ട. നമുക്കിവിടെ വേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധം. നോക്കണേ, കുരിശ് യുദ്ധങ്ങൾ നമുക്ക് പഠിക്കേണ്ടതാണ്.
ഇവിടെ വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണെന്ത് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയാം. അപ്പോൾ അവർ വിശുദ്ധ നാടായിട്ട് അറിയപ്പെടുന്ന ജെറുസലേമിന് വേണ്ടി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത് കുരിശ് യുദ്ധം. ഇത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജെറുസലേമിന് വേണ്ടി ഇസ്ലാം ക്രിസ്ത്യാനികൾ തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു ബ്ലാക്ക് ഡെത്ത് അല്ലെ, കറുത്ത മരണമൊക്കെ എന്നറിയപ്പെടും. എന്താ നോക്കാം നമുക്ക്. 1347-നും 1351 ഇടയിൽ യൂറോപ്പിൽ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിലെ പ്ലേഗ് പടർന്നു പിടിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇനി ഇവിടെ അടുത്തൊരു ഭാഗമുണ്ട് പ്രധാനമായിട്ടും. 1453 തുർക്കികൾ കോൺസ്റ്റാനോപ്പിൾ പിടിച്ചടക്കിയത്. തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്തു? കോൺസ്റ്റാനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം കീഴടക്കി. ഏത് വർഷം? 1453 കോൺസ്റ്റാനോപ്പിൾ എന്ത് ചെയ്തു? പിടിച്ചടക്കി. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനൊന്നും ആരും നിങ്ങൾക്ക് SCERT പറഞ്ഞു തരില്ല. ഓരോ വിഷയത്തിൻ്റെ SCERT നമ്മൾ ഇങ്ങനെ ലൈൻ ബൈ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതൊരു തുടക്കമാണ്. എല്ലാ വിഷയങ്ങളും നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങളും നമ്മളെന്ത് ചെയ്യും? ഓരോ ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കവർ ചെയ്യും. അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ഇനി ഇവിടെ 2 ആശയമുണ്ട്. സ്കോളാക്റ്റിസിസം എന്ന് പറയുന്നൊരു വേർഡുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വേർഡാണ് മക്കളെ മാനവികത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡുണ്ട്. ഏതാണ് മാനവികത? നോക്കാം. സ്കോളാക്റ്റിസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് നവോത്ഥാനത്തിന് മുമ്പുണ്ടാകുന്ന കാലഘട്ടമാണ് മധ്യകാലഘട്ടം. ആ മധ്യകാലഘട്ടത്തിലെ ആശയമാണിത് സ്കോളാക്റ്റിസം. ദൈവത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന കാലഘട്ടമാണിത് സ്കോളാക്റ്റിസം എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിൽ നിന്ന് മാറി മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണിത് മാനവികത എന്ന് പറയുന്ന ആശയം. അപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. സ്കോളാക്റ്റിസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നു. സെറ്റാണല്ലോ? സെറ്റാണ്. ഇനി ഇവിടെ നോക്കുക, അരിസ്റ്റോട്ടിൽ. പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. പ്രധാനമായിട്ടും അദ്ദേഹം ജനിച്ച സ്ഥലം നോക്കുക, പ്രാചീന ഗ്രീസിലെ ആളായിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി. ഇനി നോക്കാം അടുത്ത ഭാഗം നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ചിത്രമുണ്ട്. ഈ ചിത്രത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. ഒരു ചിത്രകാരനാണ് ജിയോവന്നി ബെല്ലിനി എന്ന് പറഞ്ഞ ആളാണ്. ജിയോവനി ബെല്ലിനി എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ആഗണി ഇൻ ദി ഗാർഡൻ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ജിയോവന്നി വരച്ച ചിത്രമാണിത് ആഗണി ദി ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന് സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിലാണ് ആ ചിത്രം വരച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചിത്രം നോക്കണേ. ഒരു ചിത്രമാണ്, നല്ല പേരാണ്, നല്ല നമുക്ക് പറയാൻ സുഖമുള്ളൊരു പേരുള്ളൊരു ചിത്രമാണത്. പിയറോഡെല്ല ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ആൾ വരച്ച ചിത്രമാണ് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ മോണ്ടെ ഫെൽഡ്രോയും ബാറ്റിസ്റ്റ സ്ഫോർസയും. ആ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ച പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളുണ്ട് ഇവിടെ. ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന ആൾ വരച്ച ചിത്രമാണ്, രണ്ട് ചിത്രങ്ങളുണ്ട്, അന്ത്യ അത്തായോ മൊണാലിസയും. എന്താ വരച്ചേ? അന്ത്യ അത്തായോ മൊണാലിസോ. ആര് വരച്ചതാ?
നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറഞ്ഞ ആൾ വരച്ച ചിത്രമാണ് ഇതൊക്കെ അന്ത്യ അത്താഴവും മൊണാലിസയും. ഇതിൻ്റെ പ്രത്യേകതയാണ് നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാൻ പ്രശസ്തനായിരുന്ന ആര്? ഡാവിഞ്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതോടെ പഠിക്കാൻ ഒരു കോഡുണ്ട്. ഇങ്ങനെ നോക്കുക, ഡാ മോനെ മോനെ സൂപ്പർ സൂപ്പർ, ഡാവിഞ്ചി മോനെ മൊണാലിസ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴത്തിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അടുത്തത് പ്രധാനമായിട്ട് ഇതാണല്ലോ മൊണാലിസ ചിത്രം. ഇത് അന്ത്യത്തായം, ഇത് ലിയാൻഡോ ഡാവിഞ്ചി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മൈക്കൽ ആഞ്ചലോ. ആരാണ് മൈക്കൽ ആഞ്ചലോ? ഈ മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രമാണ് അന്ത്യവിധി എന്ന് പറഞ്ഞ ചിത്രം. അതേപോലെ തന്നെ വത്തിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ ചിത്രം. ഈ രണ്ട് ചിത്രങ്ങൾ ആര് വരച്ചാണ്? മൈക്കൽ ആഞ്ചലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അന്ത്യവിധി. അന്ത്യത്തായം ലിയാൻഡോ ഡാവിഞ്ചി. മൈക്കൽ ആഞ്ചലോൻ്റെ ആണെന്ത്? അന്ത്യവിധി. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ വിധിയൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുക മൈക്കിലൂടെയല്ലേ വിധി പ്രഖ്യാപിക്കുക, അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി ഡാവിഞ്ചി നിഴലും പ്രകാശമൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു. നല്ല ശക്തരുള്ള ആൾക്കാരായിരുന്നു ആരെ ചിത്രത്തിൽ? മൈക്കൽ ആഞ്ചലോ ചിത്രത്തിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരാളാണ്, പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ റാഫേൽ എന്ന് പറയുന്നത്. ആരാണ്? റാഫേൽ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുമുള്ളവരുമായിട്ട് ആക്കിയ ആളാണ് ആര്? റാഫേൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. നമുക്ക് ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. ഒരു ശില്പം നിർമ്മിക്കുന്ന ഒരാൾ, ശില്പിയുടെ പേര് ഇവിടെ പറയുന്നുണ്ട്, ഡൊണാട്ടെല്ലോ. ആരാണ്? ഡൊണാട്ടെല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശില്പമാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ശില്പമുണ്ട്. ഒരു കൗമാരക്കാരെ സൂചിപ്പിക്കുന്ന ദാവീദ്, ഈ രണ്ടെണ്ണം ആരതാണ്? ഡൊണാട്ടെല്ലോയുടെ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മൾ നേരത്തെ പഠിച്ച മൈക്കൽ ആഞ്ചലോയുടെ രണ്ട് പ്രധാനപ്പെട്ട ശില്പങ്ങളുണ്ട്. ഒന്ന് ദാവീദ് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ശില്പമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഇവിടെ പറയുന്നുണ്ട്. പിയത്ത എന്ന് പറയുന്ന എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശില്പമാണ്. ആരുടെ? മൈക്കൽ ആഞ്ചലോയുടെ ശില്പം. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രം നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു? മൈക്കൽ ആഞ്ചലോൻ്റെ അന്ത്യവിധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ ആളായിരുന്നു ആര്? നമ്മുടെ ഫിലിപ്പോ ബ്രൂണലെസ്കി. ആരാണ്? ഫിലിപ്പോ ബ്രൂണലെസ്കി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഫിലിപ്പോ ബ്രൂണലെസ്കി. ഇനി ഇവിടെ നോക്കണേ, ഈ ഫിലിപ്പോ ബ്രൂണലെസ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നാൽ ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഉയർന്ന ഗോപുരങ്ങളാണ് ഗോതിക് സ്റ്റൈൽ ഉണ്ടായിരുന്നത്. ഗോതിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിലെ ഒരു നിർമ്മാണ ശൈലിയാണ് ഇത് ഗോതിക് ശൈലി. അപ്പോൾ അത് ഉയർന്ന ഗോപുരങ്ങളുണ്ടായിരുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് താഴിക കുടങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. താഴിക കുടങ്ങൾ അതേപോലെ. ഈ ഗോതിക് സ്റ്റൈലോ, ഉയർന്ന ഗോപുരങ്ങൾ. ഗോതിക് സ്റ്റൈൽ ഇങ്ങനെയാണ്. എന്നാൽ ഇത് മധ്യകാലഘട്ടത്തിലാണ്, നവോത്ഥാന വരുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ്? നമ്മുടെ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ വലിയ താഴിക കുടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശരിയാണല്ലോ. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ഒരു നിർമ്മാണ ശൈലിയാണ് ഇത് ഗോതിക് ശൈലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ശൈലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് പാർട്ട് 2 പഠിക്കാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആകെ 15 മിനിറ്റുകളിലോ കൃത്യമായിട്ട് കാണുക, നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യും? ഒരു സൺഡേ, ഞായറാഴ്ച എന്ത് ചെയ്യും? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ പാർട്ട് 2 നാളെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട് ചെയ്യും. അപ്പോൾ ഇത് മാക്സിമം കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒരു അറിവ് ലഭിച്ചെന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.